പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിട്ടുള്ള ആരോപണങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. പ്രസ്തുത സ്ഥാപനത്തിൽ വിദേശത്തു നിന്നടക്കം കണക്കില്ലാത്ത വിധം പണമെത്തുന്നുണ്ടെന്നും ഭിന്നശേഷി കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുമുള്ള ആരോപണങ്ങൾക്ക് മുതുകാട് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം ശക്തമാണ്. ചിത്ര CR എന്ന പ്രൊഫൈലിലൂടെയാണ് മുതുകാടിനെതിരെ വൻ ആരോപണം ഉയർന്നു വന്നത്. ലോകമെങ്ങും മാജിക് പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന മുതുകാട് തൻ്റെ പരിപാടികളെല്ലാം നിർത്തിവെച്ചാണ് കലാപരമായി പ്രതിഭകളെന്ന ഭിന്നശേഷി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇറങ്ങിയത്. എന്നാൽ മാജിക് പരിപാടികളേക്കാൾ ലാഭമുള്ളതാണ് മാജിക് പ്ലാനറ്റ് എന്ന് മനസ്സിലാക്കിയാണ് മുതുകാട് പ്രവർത്തിക്കുന്നതെന്നാണ് ചിത്രയുടെ ആരോപണം. സർക്കാർ തലത്തിൽ നിന്നും ഫണ്ട് കിട്ടുന്നില്ലെന്ന മുതുകാടിൻ്റെ പരാമർശം ചൂണ്ടിക്കാട്ടി സർക്കാർ ഫണ്ട് അനുവദിച്ചതിൻ്റെ തെളിവുകളും ചിത്ര പുറത്തുവിട്ടിരുന്നു. ചിത്രയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി സർക്കാർ ഫണ്ട് ലഭിച്ചതെങ്ങനെയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതുകാട് പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാജിക് പ്ലാനറ്റ് തികച്ചും സുതാര്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതാണെന്നും തൻ്റെ സമ്പാദ്യം അതിനായി നിക്ഷേപിച്ചതല്ലാതെ ₹1 പോലും താൻ എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മുതുകാടിൻ്റെ വിശദീകരണം പുറത്തു വന്നെങ്കിലും അതിൽ പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ടെന്നാണ് ചില പ്രൊഫൈലുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മേതിലാജ് MAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുതുകാടിൻ്റെ വിശദീകരണം ചോദ്യം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരോടുള്ള സ്നേഹം മുതുകാടിൻ്റെ മറുപടിയിൽ ഇല്ലെന്നും അദ്ദേഹത്തിൻ്റെ വിശദീകരണം പൂർണ്ണമല്ലെന്നും മേതിലാജ് എന്നയാൾ പറയുന്നുണ്ട്. മാത്രമല്ല മുതുകാടിൻ്റെ മറുപടി വെല്ലുവിളിയായാണ് തോന്നുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മജീഷ്യൻ മുതുകാട് തൻ്റെ പക്ഷം വിശദീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയ വീഡിയോ കണ്ടു. തഴക്കവും പഴക്കവും വന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ ഭാവവിഹാദികളോടെ അദ്ദേഹം പറയുന്നതിൽ പലതുമുണ്ട്. എന്നാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളോടുള്ള കാരുണ്യം മാത്രമില്ല ആ വാക്കുകളിൽ. നോക്കൂ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ഇത് ഓട്ടിസം ബാധിച്ച മുഴുവൻ കുട്ടികളെയും ഏറ്റെടുക്കാനുള്ള സ്ഥലമല്ല, അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കാനുള്ള ഇടവുമല്ല എന്നാണ്. അല്ലാതെ കാരുണ്യത്തോടെ അങ്ങനെ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നോ അതിന് കഴിയാത്തതിന് ഖേദമുണ്ടെന്നോ അല്ല. ആ വാക്കുകളിൽ കാരുണ്യം ഒഴികെ മറ്റെല്ലാം ഉണ്ടായിരുന്നു. ഒരിടത്ത് ഇത് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ മാത്രമാണെന്നും അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക മാത്രമാണ് സെൻറ്ററിൻ്റെ ലക്ഷ്യം എന്നും പുഞ്ചിരിയോടെ പറയുന്ന അദ്ദേഹം അതിന് തൊട്ടു മുൻപ് കുട്ടികൾക്ക് ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായെന്നും അതിന് തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും മറ്റും സാക്ഷ്യം പറയുമെന്നും പറഞ്ഞതും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നതായി തോന്നുന്നില്ല. പിന്നെ മാജിക് പ്ലാനറ്റ് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണെന്നും ആ ട്രസ്റ്റ് സർക്കാരിൽ നിന്നുൾപ്പെടെ സംഭാവനകൾ സ്വീകരിക്കാറുണ്ടെന്നും അവിടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ വരുന്ന ആർക്കും സംഭാവനകൾ കൗണ്ടറിൽ നൽകാമെന്നും അതിനെല്ലാം റെസിപ്റ്റ് നൽകും എന്നും പറയുന്ന അദ്ദേഹം അതേ ശ്വാസത്തിൽ തന്നെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പേരിൽ യാതൊരു സർക്കാർ സഹായവും സ്വീകരിക്കുന്നില്ല എന്നും പറയുന്നത് അങ്ങോട്ട് മനസ്സിലായില്ല. ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ മാജിക് പ്ലാനറ്റ് എന്ന ട്രസ്റ്റിന് കീഴിൽ ആണെങ്കിൽ പിന്നെ ഈ വരുന്ന ഫണ്ടുകളെ എങ്ങനെയാണ് വേർതിരിച്ച് കാണുക? അല്ലെങ്കിൽ തന്നെ മാജിക് പ്ലാനറ്റ് എന്ന സംവിധാനത്തിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഓട്ടിസ്റ്റിക് ആയ മക്കളെ സംരക്ഷിക്കാനുള്ള ഇടം പ്രവർത്തിക്കുന്നത് ശരിയാണോ? മാജിക് പ്ലാനറ്റ് എന്ന ട്രസ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം പെടുമോ? അതിന് മറ്റൊരു ട്രസ്റ്റ് ആയിരുന്നില്ലേ തുടങ്ങേണ്ടിയിരുന്നത്? പിന്നെ ദിവസവും പേരൻസിനൊപ്പം വന്നു പോകുക മാത്രം ചെയ്യുന്ന, അവരുടെ കലാപരമായ കഴിവുകൾ മാത്രം വികസിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന, മറ്റൊന്നും തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ മക്കളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ആർക്കും വന്ന് കണക്കുകൾ പരിശോധിക്കാം എന്ന് പറഞ്ഞതും രസകരമായി തോന്നി. മറ്റേതെങ്കിലും വികസിത രാജ്യത്തായിരുന്നെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ വരേണ്ടിയിരുന്ന കണക്കുകളാണത്. ഒപ്പം അയാൾ കാസർഗോഡ് ഇത്തരം ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ 100 കോടി സമാഹരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ ചികിത്സയും സംരക്ഷണവും ഒന്നും ലക്ഷ്യമല്ലെങ്കിൽ അവരെ മാജിക് പഠിപ്പിക്കാനായി മാത്രം ഇത്രയും വലിയ പ്രോജക്റ്റ് അത് എത്രമാത്രം ഗുണകരമാണ് എന്നൊക്കെ ചിന്തിക്കേണ്ടത് ആ പ്രോജക്റ്റിൽ ഭാഗമാകുന്നവരാണ്. അയാൾ സംസാരിച്ചതിൽ 90% സാമ്പത്തിക കാര്യങ്ങൾ ആയിരുന്നുവെന്നതും കൗതുകമായി തോന്നി. അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ബഹുഭൂരിപക്ഷവും സാമ്പത്തികമായിരുന്നില്ല. അവിടെ വേണ്ടത്ര ഫെസിലിറ്റി ഇല്ലെന്നും ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്ക് വേണ്ട പരിചരണം അല്ല ലഭിക്കുന്നതെന്നും അവരോട് വേണ്ടത്ര കാരുണ്യത്തോടെയല്ല പെരുമാറുന്നതെന്നും അവിടുത്തെ രീതികൾ കുട്ടികൾക്ക് ഗുണപരമല്ലെന്നും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്നും പരാതികൾ അല്ലെങ്കിൽ കുറവുകൾ നല്ല ഉദ്ദേശത്തോടെ പരിഹരിക്കാനുള്ള സംവിധാനം ഇല്ലെന്നും ഒക്കെയായിരുന്നു. അതേക്കുറിച്ചൊക്കെ അയാൾ ഒറ്റവാക്കിൽ രക്ഷിതാക്കളുടെ അപക്വമായ പരാതികൾ എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. അയാൾ ആ രക്ഷിതാക്കളെക്കാൾ പക്വതയും അറിവും ഈ വിഷയത്തിൽ നേടിയതെങ്ങനെ എന്ന് പറഞ്ഞിട്ടുമില്ല. ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനെതിരെ ആരോപണം ഉന്നയിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മോട് പറഞ്ഞത് അയാൾ അവരോട് ഭക്ഷണവും നിങ്ങൾ വരുന്ന വാഹനവും യൂണിഫോമും ഉൾപ്പെടെ ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാം അയാളുടെ ഔദാര്യമാണ്, റോസിക്ക് ഈ വീട് ഇഷ്ടമല്ലെങ്കിൽ റോസിക്ക് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞു എന്നാണ്. അതുതന്നെയാണ് അയാൾ അല്പം മയപ്പെടുത്തി ആ വീഡിയോയിലും നമ്മോട് പറയുന്നത്. ഭക്ഷണവും വാഹന സൗകര്യവും യൂണിഫോമും ഒക്കെ സൗജന്യമാണ്. ഞാൻ പുറത്താക്കിയവരും അഡ്മിഷൻ നൽകാത്തവരുമാണ് പരാതി പറയുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് വന്ന് നടത്തൂ.
കാസർകോട്ടെ പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കൂ എന്നൊക്കെയാണ്. പുഞ്ചിരിയോടെ നയചാതുര്യത്തോടെ സമൂഹത്തോട് പറഞ്ഞ വെല്ലുവിളിയായിട്ടാണ് അതെനിക്ക് തോന്നിയത്. ആ രക്ഷിതാക്കളോട് എൻ്റെ ഔദാര്യം പറ്റി വേണമെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞതിൽ നിന്നും അത്ര ദൂരെയൊന്നുമല്ല അത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്.